Hello dear students, welcome to Math Road. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 3rd സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. Find the linearization L of xy of the function at each point. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of xy equal to e raised to x into cos y എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന്റെ 0 0 എന്നുള്ള പോയിന്റിലും 0 π/2 എന്നുള്ള പോയിന്റിലുള്ള ലീനിയറൈസേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ കയ്യിൽ f of xy എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ f of xy എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്കൊരു പോയിന്റ് ഉണ്ട് x0 y0 എന്നുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലീനിയറൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ലീനിയറൈസേഷൻ നമ്മൾ എഴുതാം L of xy എന്നാണ്. ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? f of x0 y0 നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഈ പോയിന്റ് കൊടുക്കുക പ്ലസ് പിന്നെ f നെ x ൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പോയിന്റ് കൊടുക്കുക ഇൻറ്റു x മൈനസ് x0 പ്ലസ് പിന്നെ f നെ y ൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പോയിന്റ് കൊടുക്കുക ഇൻറ്റു y മൈനസ് y0. ഇതാണ് നമ്മളെ ലീനിയറൈസേഷൻ, ഒരു ഫംഗ്ഷന്റെ ലീനിയറൈസേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ്. സോ നമുക്ക് ആദ്യം നമ്മളെ പോയിന്റ് 0 0 എന്നുള്ളത് x0 y0 എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? f of xy e raised to x into cos y. നമുക്ക് ആദ്യം നോക്കൂ, f of x0 y0 ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ f of x0 y0 എന്ന് പറയുമ്പോൾ f of 0 0. നമുക്ക് f of 0 0 എന്ന് പറയുമ്പോൾ നമുക്ക് x നും y ക്കും നമുക്ക് 0 കൊടുക്കാം എന്ന് പറയുമ്പോൾ e raised to 0 into cos 0. നമുക്കറിയാം e raised to 0 ന്റെ വാല്യൂ 1 ആണ്, cos 0 1 ആണ്, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇതാണ് f of 0 0. അപ്പോൾ നമുക്ക് f of 0 0 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ fx of x0 y0 എന്ന് പറയുമ്പോൾ fx of x0 y0 എന്താണ്? 0 0 ആണ്. ഇത് ഫൈൻഡ് ചെയ്യാം. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ x ൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോക്കൂ, ഇതിൽ അപ്പോൾ x അല്ലാത്തതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ cos y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ cos y നെ അവിടെ വെച്ചു. e raised to x ന്റെ ഡെറിവേറ്റീവ് അത് e raised to x തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 0 0 എന്നുള്ള പോയിന്റ് കൊടുക്കുക. അപ്പോൾ cos yക്ക് 0 കൊടുക്കുക ഇൻറ്റു e raised to x ന് 0 കൊടുക്കുക. നമുക്കറിയാം cos 0 1 ആണ്, e raised to 0 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 1 എന്ന് കിട്ടും. അപ്പോൾ fx of 0 0 എന്ത് കിട്ടി? fx of xy നമുക്ക് കിട്ടുക e raised to x into cos y ആണ്. അതിൽ 0 0 നമുക്ക് കൊടുത്താൽ fx of 0 0 നമുക്ക് 1 എന്ന് കിട്ടും. അടുത്തത് fy of 0 0. നോക്കൂ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഉള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ e raised to x നെ അവിടെ വെക്കുക. cos y ന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് സൈൻ y ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? 0 0 എന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പോൾ e raised to 0 ഇൻറ്റു മൈനസ് സൈൻ 0. നോക്കൂ, e raised to 0 നമുക്കറിയാം അത് 1 ആണ്, സൈൻ 0 നമുക്കറിയാം 0 ആണ്. അപ്പോൾ മൈനസ് 0 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ 1 ഇൻറ്റു 0 0 എന്ന് കിട്ടും. അപ്പോൾ fy of 0 0 നമുക്ക് എന്ത് കിട്ടും? fy of xy നമുക്ക് മൈനസ് e raised to x sin y എന്ന് കിട്ടും. നമ്മൾ 0 0 എന്നുള്ള പോയിന്റ് കൊടുക്കും, നമുക്ക് ആൻസർ fy of 0 0 0 എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലീനിയറൈസേഷന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? L of xy നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നോക്കൂ, f of x0 y0 എന്ന് പറയുമ്പോൾ f of 0 0 എന്താണ്? ഇവിടെ 1 പ്ലസ് പിന്നെ fx of x0 y0. നോക്കൂ, നമുക്ക് fx of x0 y0 എന്ന് പറയുമ്പോൾ fx of 0 0 1 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 ഇൻറ്റു x മൈനസ് x0. അപ്പോൾ x മൈനസ് x0 എന്താണ്? 0 ആണ് പ്ലസ് പിന്നെ fy of x0 y0 എന്ന് പറയുമ്പോൾ fy of 0 0. അപ്പോൾ fy of 0 0 നമുക്കറിയാം 0 ആണ്. 0 ഇൻറ്റു പിന്നെ y മൈനസ് y0. y മൈനസ് y0 നമുക്കറിയാം 0 ആണ്. അപ്പോൾ നമുക്ക് 1 പ്ലസ് നമുക്ക് x മൈനസ് 0 x ആണ്. 1 ഇൻറ്റു x x. 1 ഇൻറ്റു x x എന്ന് കിട്ടും. പിന്നെ y മൈനസ് 0 y ആണ്. y ഇൻറ്റു 0 0 ആയി പോകും. അപ്പോൾ സിമ്പിളായിട്ട് L of xy നമുക്ക് 1 പ്ലസ് x എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 പ്ലസ് x നമുക്ക് x പ്ലസ് 1 തിരിച്ചെഴുതാം. അപ്പോൾ L of xy എന്തായിരിക്കും? L of xy equal to x plus 1. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് 0 π/2 നെ x0 y0 ആയിട്ട് എടുക്കാം.
ഓക്കെ, നമ്മുടെ ലീനിയറൈസേഷൻ ഇക്വേഷനിൽ മാറ്റില്ല, സെയിം ഇക്വേഷൻ തന്നെ. നോക്കൂ, നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 π/2 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എഫ് ഓഫ് 0 π/2 എന്തായിരിക്കും? ഇ റൈസ് ടു എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? 0 കൊടുക്കുക, കോസ് ഓക്കെ വൈക്ക് നമ്മൾ π/2 കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇ റൈസ് ടു 0ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു കോസ് 90 എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ 1 ഇൻറ്റു 0 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് 0 π/2 എന്തായിരിക്കും? നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് വൈ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു എക്സ് കോസ് വൈയിൽ നമ്മൾ എന്ത് ചെയ്യാം? 0 π/2 എന്നുള്ള പോയിന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ഓഫ് 0 π/2 എന്തായിരിക്കും? ഇ റൈസ് ടു എക്സിന് നമ്മൾ 0 കൊടുക്കുക ഇൻറ്റു കോസ് വൈക്ക് നമ്മൾ π/2 കൊടുക്കുക. ഓക്കെ, ഇ റൈസ് ടു 0 1 ആണ്, കോസ് π/2 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 0 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ഓഫ് 0 π/2 0 ആയിരിക്കും. ഓക്കെ, എഫ് എക്സ് ഓഫ് 0 π/2 0. ഇനി നമ്മൾ എഫ് വൈ ഓഫ് എക്സ് വൈ നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എഫ് വൈ ഓഫ് എക്സ് വൈ എന്താണ്? -0 സൈൻ വൈ ആണ്. ഇനി ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? 0 π/2 എന്നുള്ള പോയിന്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഈ പോയിന്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? -e റൈസ് ടു എക്സിന് 0 ഇൻറ്റു സൈൻ വൈക്ക് നമ്മൾ π/2. ഓക്കെ, നോക്കൂ, ഇ റൈസ് ടു ഇവിടെ മൈനസ് ഉണ്ട്, ഇ റൈസ് ടു 0 1 ആണ്. -1 ഇൻറ്റു സൈൻ π/2 എന്ന് പറയുമ്പോൾ സൈൻ 90 ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു -1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ -1. ഓക്കെ, അപ്പോൾ എഫ് വൈ ഓഫ് 0 π/2 നമുക്ക് -1 കിട്ടും. ഓക്കെ, എഫ് വൈ ഓഫ് 0 π/2 നമുക്ക് -1 കിട്ടും. നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലീനിയറൈസേഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്? നോക്കൂ, സോ എൽ ഓഫ് എക്സ് വൈ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ എഫ് ഓഫ് 0 π/2 ആണ്, ഇത് 0 ആണ്. 0 പ്ലസ് ഓക്കെ എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുമ്പോൾ എഫ് എക്സ് ഓഫ് 0 π/2. ഓക്കെ, എഫ് എക്സ് ഓഫ് 0 π/2 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഓക്കെ 0 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് മൈനസ് ഇവിടെ എക്സ് നോട്ട് എന്താണ്? 0 ആണ്. പ്ലസ് അടുത്തത് എഫ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുമ്പോൾ എഫ് വൈ ഓഫ് 0 π/2, എഫ് വൈ ഓഫ് 0 π/2 -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു പിന്നെ വൈ മൈനസ് വൈ നോട്ട്, വൈ മൈനസ് വൈ നോട്ട് നമുക്കറിയാം π/2 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 0 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ് മൈനസ് 0 എക്സ് ആണ്. 0 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോവും, ഇത് രണ്ടും 0 ആയിപ്പോവും, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ വൈ മൈനസ് π/2നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് -y പിന്നെ ഈ മൈനസ് മൈനസും പ്ലസ് π/2 എന്നാകും. നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതിയാൽ π/2 - y എന്ന് കിട്ടും. ഓക്കെ, π/2 - y. അപ്പോൾ ഈ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ ലീനിയറൈസേഷൻ എന്തായിരിക്കും? π/2 - y അല്ലെങ്കിൽ -y + π/2.